നോവൽ സാഹിത്യം. നോവൽ എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയത് എന്ന്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും പ്രചരിച്ച നൂതന കഥയ്ക്കാണ് നോവൽ എന്നുള്ള പേര് ലഭിച്ചത്. അപ്പോൾ നോവൽ പ്രസ്ഥാനം പാശ്ചാത്യ സമ്പർക്കം കൊണ്ടാണ് മലയാള ഭാഷയിലും ഉണ്ടായത്. അപ്പോൾ എന്താണ് നോവൽ എന്നുള്ള ചോദ്യത്തിന് MP പോൾ അദ്ദേഹത്തിൻ്റെ നോവൽ സാഹിത്യം നോവൽ പ്രസ്ഥാനം എന്നുള്ള പുസ്തകത്തിൽ നൽകുന്ന ഒരു നിർവചനം, മനുഷ്യരുടെ വികാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും സംഭവ്യവുമായ ഒരു ഇതിവൃത്തത്തെ ആഖ്യാനം ചെയ്ത് കാവ്യാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഗദ്യ ഗ്രന്ഥമാകുന്നു നോവൽ എന്ന്. അതായത് മനുഷ്യരുടെ വികാരങ്ങളെ പ്രകാശിപ്പിക്കണം, അതുപോലെ സംഭവ്യവും ആവണം, അങ്ങനെയുള്ള ഒരു ഇതിവൃത്തത്തെ ആഖ്യാനം ചെയ്ത് കാവ്യാനുഭൂതി നൽകുന്നത്, അതാണ് നോവലിന് MP പോൾ അതിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. പരസ്പര ബന്ധമുള്ള സംഭവങ്ങൾ ഒന്നിനോടൊന്നു ചേർത്ത് പറയുന്നതാണ് കഥ എന്ന് പറയുന്നത്. അപ്പം നോവലിലെ കഥയ്ക്ക് പ്രധാനമായിട്ടും സ്വാനുഭവത്തിൻ്റെ പ്രതീതി ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയും കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് തോന്നത്തക്ക വിധം സ്ഥലകാല വർണ്ണനകൾ നടത്തി സംഭവങ്ങൾ യോജിപ്പിച്ച് സാധാരണ ജനങ്ങളെ ലോകജീവിതവുമായി ജീവിതാനുഭവങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടുത്താനും കഴിയുന്ന ജീവിതാനുഭവ വിജ്ഞാനം പകരുന്ന കഥയാണ് നോവലിൽ ഉണ്ടാവേണ്ടത്. അപ്പം സംഭവങ്ങൾ കുറേ കൂട്ടി വെച്ചാൽ കഥ ആവുന്നില്ലല്ലോ. അപ്പം കഥാവസ്തുവിന് ഒരു നിശ്ചിത രൂപം വേണം, പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു നോവൽ എഴുത്തുകാരന് തൻ്റെ പ്രതിഭാവിലാസം സ്വച്ഛമായി വ്യാപരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിന് ചില മാർഗങ്ങൾ അയാൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നോവലിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് തന്നെ കഥയാണ്. അപ്പോൾ കഥയ്ക്ക് സംഭവമോ പരസ്പര ബന്ധമുള്ള ഒന്നിലധികം സംഭവങ്ങളോ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ളതായിരിക്കണം. അപ്പോൾ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന അനുഭൂതികളും നിരീക്ഷണങ്ങളും പുസ്തക പാരായണത്തിൽ നിന്നും മറ്റും കിട്ടുന്ന വിവരങ്ങളും നോവൽ രചയിതാവ് കലാസൃഷ്ടിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കഥാഗതിയിലെ ഉപകഥകളും ചില നോവലിൽ ചേർക്കാറുണ്ട്. പക്ഷെ ഇത് ചിലപ്പോൾ രസക്ഷയത്തിന് കാരണവും ആവാറുണ്ട്. നോവലിലെ പാത്രസൃഷ്ടി ഒരു പ്രധാന ഘടകമാണ് എന്ന് MP പോള് MP പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പാത്രസൃഷ്ടിയാണ് കഥാകാരൻ്റെ പ്രധാന ധർമ്മം. മനുഷ്യ സ്വഭാവത്തിൻ്റെ നാനാമുഖമായിട്ടുള്ള പ്രകാശനമല്ല പ്രതിഫലിപ്പിക്കാൻ ഒരു നോവലിൽ സ്ഥലം പോരെ. അപ്പം അതുകൊണ്ട് കഥാപാത്രങ്ങളെ കഥയുടെ കേന്ദ്രമാക്കുകയും അവരെ പ്രധാന കഥാപാത്രങ്ങളെന്നും മറ്റു ചിലരെ അപ്രധാന കഥാപാത്രങ്ങളെന്നും കഥാഗതിക്ക് അനുപേക്ഷണീയമായിട്ടുള്ള രീതിയിൽ മാറ്റുകയും വേണം. അപ്പം അനാവശ്യമായ പാത്രസൃഷ്ടി ചെയ്യാനും പാടില്ല. കഥാപാത്രങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞാൽ ഇതിവൃത്തം വിരൂപവും വിഘടിതവും ആയി തീരാവുന്നതും ആണ്. അപ്പം കൽപ്പിത കഥയും ചരിത്രകഥയും നോവലിൽ സ്ഥലം പിടിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നോവലിനെ ചരിത്ര നോവല് എന്നും സാമൂഹിക നോവല് എന്നും രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നോവലിലെ കഥാഗതി അനുസരിച്ചിട്ടാണ് ഇതിനെ ചരിത്ര നോവല് സാമൂഹിക നോവല് എന്ന് വേർതിരിച്ചിട്ട് ഉള്ളത്. ചരിത്ര കഥ നോവലാക്കുമ്പോൾ ഗ്രന്ഥകാരന് ചില പരിമിതികളുണ്ട്. അപ്പോൾ പുതിയ കഥാപാത്ര സൃഷ്ടികളും പുതിയ സംഭവങ്ങളുടെ ആവിഷ്കാരങ്ങളുമെല്ലാം വളരെ ആലോചിച്ച് അവിടെ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചരിത്ര സത്യങ്ങൾക്ക് നിരക്കാത്തതൊന്നും തന്നെ ചരിത്ര നോവലുകളിൽ കൂട്ടിച്ചേർക്കാനായിട്ട് പാടില്ല. സാമൂഹിക നോവലുകൾ
പലപ്പോഴും സമകാലിക സാമുദായിക വ്യവസ്ഥിതികൾ പ്രതിഫലിപ്പിക്കുന്നവയാണ്. ഇനി ഇതിനു പുറമെ അപസർപ്പക നോവലുകൾ, പ്രശ്ന നോവലുകൾ എന്നീ വിഭാഗങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ അപസർപ്പക നോവലുകൾ പരിതസ്ഥിതിക്ക് പ്രാധാന്യം നൽകാതെ ആശ്ചര്യജനകമായ സംഭവങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. പ്രശ്ന നോവലുകൾ യുക്തിക്കും ചിന്തയ്ക്കുമായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി മലയാള നോവലിൻ്റെ ചരിത്രം. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലാണ് മലയാള നോവലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. മിഷണറി ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു ആദ്യകാല മലയാള നോവലുകളൊക്കെ തന്നെ. ആർച്ച് ഡീക്കൻ കോശി എഴുതിയ പുല്ലേലി കുഞ്ചുവാണ് മലയാളത്തിലെ ആദ്യ നോവൽ. 1889 അപ്പു നെടുങ്ങാടിയുടെ കുന്തലത പ്രസിദ്ധീകരിക്കപ്പെട്ടു. പക്ഷെ പുല്ലേലി കുഞ്ചുവിന് മലയാളത്തിലെ ആദ്യ നോവലായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് ആദ്യ നോവലായിട്ട് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ഇവയ്ക്കൊന്നും ഒരു നോവലിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ലക്ഷണയുക്തമായിട്ടുള്ള നോവൽ എന്നുള്ള പേരിന് അർഹമായത് ഒ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയാണ്. പാശ്ചാത്യ നോവലുകളെ അനുകരിച്ചാണ് കുന്തലത എഴുതിയതെങ്കിലും ഘടനയിലും സംഭവങ്ങളുടെ വിശ്വാസ്യതയിലും കഥാപാത്ര സൃഷ്ടിയിലും വേണ്ടത്ര മിഴിവ് ഇതിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യ നോവല്, മലയാളത്തിലെ ആദ്യ നോവല് എന്നുള്ള പേരിന് അർഹമായത് കുന്തലതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അനുമോദനം കുന്തലതയ്ക്ക് ലഭിക്കും. 1889 ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത്. ജന്മികളായിരുന്ന നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും ഇടയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നർമ്മരസത്തിലുമുക്കി പ്രതിഫലിപ്പിക്കുകയാണ് ചന്തുമേനോന് തൻ്റെ ഇന്ദുലേഖ എന്ന നോവലിലൂടെ ചെയ്യുന്നത്. അതിനുശേഷം ശാരദ എന്ന നോവൽ കൂടി ചന്തുമേനോൻ എഴുതുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് മുഴുവനാക്കിയിട്ടില്ല. മലയാള ചരിത്ര നോവൽ ശാഖയുടെ നേതൃസ്ഥാനത്ത് നിലയുറപ്പിച്ച പ്രതിഭാധനനാണ് CV രാമൻപിള്ള. അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നിവ വളരെ പ്രസിദ്ധങ്ങളാണ്. CV എഴുതിയിട്ടുള്ള സാമുദായിക നോവലാണ് പ്രേമാമൃതം. ഇനി നോവൽ സാഹിത്യ രംഗത്ത് നവോത്ഥാനമുണ്ടാക്കിയ സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. മലയാള സാഹിത്യത്തിൻ്റെ മഹത്വം വിശ്വസാഹിത്യ രംഗത്ത് ആദ്യം എത്തിച്ചത് തകഴിയാണ്. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, കയറ്, ഏണിപ്പടികൾ, ചെമ്മീൻ, ചുക്ക്, അനുഭവങ്ങൾ, പാളിച്ചകൾ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകളാണ്. അതിനുശേഷം P. കേശവദേവ്, S.K. പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, PC കുട്ടിക്കൃഷ്ണൻ എന്നിവരും മലയാള നോവൽ ചരിത്രം വികസിപ്പിച്ചവരാണ്. കേശവദേവിൻ്റെ അയൽക്കാർ, ഓടയിൽ നിന്ന്, നടി, ഭ്രാന്താലയം, കണ്ണാടി, റൗഡി തുടങ്ങിയ നോവലുകളും വളരെ പ്രസിദ്ധങ്ങളാണ്. S.K. പൊറ്റക്കാടിൻ്റെ വിഷകന്യക, നാടൻ പ്രേമം, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, പ്രേമശിക്ഷ എന്നിവയും, പാത്തുമ്മയുടെ ആട്, എൻ്റുപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു, ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പ്രേമലേഖനം, മാന്ത്രിക പൂച്ച തുടങ്ങിയ ബഷീർ കൃതികളും മലയാള സാഹിത്യത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിൽ നിലകൊള്ളുന്നു. ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, മിണ്ടാപ്പെണ്ണ്, അമ്മിണി, അണിയറ തുടങ്ങിയ PC കുട്ടിക്കൃഷ്ണൻ്റെ കൃതികളും മലയാള നോവൽ സാഹിത്യത്തിൻ്റെ മറക്കാനാവാത്ത കണ്ണികളാണ്. അപ്പോൾ 1940 മുതൽ മലയാള നോവലിൽ നവോത്ഥാനം ദൃശ്യമായി. തകഴി, ദേവ്, ബഷീർ എന്നിവർക്കു പിന്നാലെ ഒരു രണ്ടാം തലമുറ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവരിൽ പ്രധാനികളാണ് MT വാസുദേവൻ നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, K. സുരേന്ദ്രൻ, വിലാസിനി, VKN, പാറപ്പുറത്ത്, നന്ദനാര്, NP മുഹമ്മദ്, P. വത്സല തുടങ്ങിയിട്ടുള്ളവർ. അപ്പോൾ 1960കളിൽ മലയാള നോവൽ പുതു സരണിയിലേക്ക് നീങ്ങി. അന്യവൽക്കരണം, അസ്തിത്വ ദുഃഖം, പാരമ്പര്യ നിഷേധം എന്നീ പടിഞ്ഞാറൻ ദർശനങ്ങൾ നോവലിന് വിഷയമായി.
ഒ.വി. വിജയൻ, കാക്കനാടൻ, എം. മുകുന്ദൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, പി. പത്മരാജൻ, ആനന്ദ്, സേതു, മാധവിക്കുട്ടി, യു.എ. ഖാദർ, എം.പി. നാരായണപിള്ള, കൊച്ചുബാവ തുടങ്ങിയവരൊക്കെ മലയാള നോവൽ രംഗത്തെ ആധുനികരും ഉത്തരാധുനികരുമായിട്ടുള്ള നോവലിസ്റ്റുകളാണ്. അപ്പോൾ മലയാള നോവൽ രംഗം ഇന്ന് വളരെ സജീവമാണ്. സവിശേഷ മേഖലകളെ നോവലിന് വിഷയമാക്കാൻ ശ്രമിക്കുന്ന ധാരാളം നോവലിസ്റ്റുകൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഇത്രയാണ് നോവൽ പ്രസ്ഥാനം എന്ന സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്.